ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒനിയൻ ടൊമാറ്റോ ചട്നിയാണ്. ഇത് ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു ചമ്മന്തിയാണ്. ഇതിനായിട്ട് നമുക്ക് ആദ്യമേ 2 വലിയ സവോള ഒരു മീഡിയം സൈസിൽ അരിഞ്ഞെടുക്കാം. ഇത് നമ്മൾ ഒത്തിരി തിന്നായിട്ട് അരിയേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ വഴറ്റിയിട്ട് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കാനുള്ളതാണ്. ഇനി നമുക്കൊരു നോൺ സ്റ്റിക്ക് പാത്രം എടുത്തിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഞാനൊരു 8 വറ്റൻമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുവാണ്. വെളുത്തുള്ളി ഇഞ്ചിയും ചേർക്കേണ്ടവർക്ക് ഒരു 3-4 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർക്കാം. ഞാനിവിടെ ഇത് ചേർക്കുന്നില്ല. നോൺ സ്റ്റിക്ക് പാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി എണ്ണ ഒഴിക്കാതെ നമുക്ക് വഴറ്റിയെടുക്കാൻ പറ്റും. നമുക്കിനി ഇതിലേക്ക് ചേർക്കാനുള്ള തക്കാളി അരിഞ്ഞെടുക്കാം. ഒരു 3 മീഡിയം സൈസ് തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഒത്തിരി ബ്രൗൺ നിറമാകുന്നവരെ വഴറ്റേണ്ട ആവശ്യമില്ല. സവോള വെന്ത് പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് 1 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ചെറുതായിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് മൂപ്പിച്ച് കഴിഞ്ഞാൽ ഈ ചട്നിയുടെ രുചി കൂടും. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. ഇത് നന്നായി ചൂടായി കഴിയുമ്പം ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് ഒരു 1/2 മണിക്കൂർ വേവിക്കാം. ഇതിൻ്റെ ടെമ്പറേച്ചർ മീഡിയത്തിലും താഴെ വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളം പറ്റി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇതൊരു 10 മിനിറ്റ് ഇടവിട്ട് തുറന്ന് നന്നായിട്ട് ഇളക്കി വെള്ളം വേണമെങ്കിൽ വീണ്ടും വെള്ളം ഒഴിച്ച് കൊടുക്കണം. നമ്മളിത് മൂടി വെച്ച് വേവിക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ കളറ് ഡാർക്ക് ആകുകയും രുചി കൂടുകയും ചെയ്യും. തക്കാളി സവളയും ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് ചൂട് മാറാനായിട്ട് മാറ്റി വെക്കാം. ഇത് ചൂടോടുകൂടി നമ്മൾ അരച്ച് കഴിഞ്ഞാൽ അത് പുറത്തോട്ട് തെറിക്കുകയും ചെയ്യും. പിന്നെ ഇത് മിക്സിക്ക് നല്ലതല്ല. പെട്ടെന്ന് അരച്ചെടുക്കേണ്ടവർക്കാണെങ്കിൽ ഐസ് വാട്ടർ ഒഴിച്ച് അരച്ചെടുത്താൽ മതി. നിങ്ങളുടെ ഇഷ്ടത്തിന് ഇത് നന്നായിട്ട് അരച്ചെടുക്കുകയോ അല്ലെങ്കിൽ ചെറുതായിട്ട് ചതച്ചെടുക്കുകയോ ചെയ്യാം. ഞാനിവിടെ നന്നായിട്ടാണ് അരച്ചെടുക്കുന്നത്. ഞാനധികം വെള്ളം ചേർക്കാതെയാണ് അരച്ചിരിക്കുന്നത്. ഗ്രേവി കൂടുതൽ വേണ്ടവർക്ക് കുറച്ചും കൂടി വെള്ളം കൂട്ടി അരയ്ക്കാം. പാകത്തിന് ഉപ്പുണ്ട്. ഉപ്പ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം. ഞാനിവിടെ ഒരു 8 നല്ല എരിവുള്ള വറ്റമുളകാണ് ചേർത്തിരിക്കുന്നത്. ഇതിനാവശ്യത്തിനുള്ള എരിവുണ്ട്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് ഒരു 2-3 വറ്റമുളകും കൂടി കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് വറുത്തിട്ട് ഇതിലോട്ട് ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്താൽ മതി. നമുക്കിനി ഇതിലേക്ക് കടുക് മൂപ്പി ചേർക്കാം. ഒരു പാൻ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2 വറ്റമുളക് മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. മുളകും കറിവേപ്പിലയും നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇത് അരച്ച് വെച്ചിരിക്കുന്ന ഒനിയൻ തക്കാളി ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇത് ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ്. ഇത് ഏകദേശം 2 കപ്പോളം ഉണ്ട്. കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്രിഡ്ജിൽ ഒരാഴ്ചയോളം കേടാകാതിരിക്കും. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ആവശ്യത്തിന് ചൂടുവെള്ളം ചേർത്ത് നമുക്ക് ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. ഇത് നന്നായിട്ട് അരച്ച് വെടുക്കുന്നതിന് പകരം ചെറുതായിട്ട് ചതച്ചെടുത്ത് കഴിഞ്ഞാൽ ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ലതാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം ഷീന.